കലാഗ്രാമം 4ാമത് വാർഷികമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. അത് വീരകേരളപുരം ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്ര അങ്കണത്തിലാണ് നടക്കുന്നത്. ഓഗസ്റ്റ് 25 അതിൻ്റെ ഡേറ്റ്. അന്ന് ഞായറാഴ്ചയാണ്. ഇനിയും എനിക്ക് തോന്നുന്നു 50-55 ദിവസത്തോളം ബാക്കിയുണ്ട് ഇനി. അപ്പോൾ അന്ന് ഞങ്ങൾ മെയിനായിട്ട് 4 പരിപാടിയാണ് അന്ന് ഇതിൽ ഉൾപ്പെടുന്നത്. 4 പരിപാടി എന്ന് പറയുമ്പോൾ ഒരു വാർഷിക ആഘോഷമായതിൻ്റെ പേരിലാണ് ഈ 4 പരിപാടി കൂടി എടുത്തിട്ട് വയ്ക്കുന്നത്. നമ്മൾ 4 മണിക്ക് തുടങ്ങും. 4 മണിക്ക് തുടങ്ങിയാൽ രാത്രി 10 മണിക്ക് അത് അവസാനിക്കും. അപ്പോൾ 4 മണിക്ക് തുടങ്ങുന്ന പരിപാടി ആദ്യം നമ്മളൊരു സാംസ്കാരിക സമ്മേളനം. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിൽ പങ്കെടുക്കുന്നത്. അതിൽ നമ്മൾ 4 പേർക്ക് നമ്മൾ ഒരു മൊമെൻ്റോ ഒക്കെ നൽകി അവരെ ആദരിക്കുന്നുണ്ട്. അവർ ഇതിൽ കുറേ പ്രായമായ ഈ കലാരംഗത്തുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള ആൾക്കാരാണ് അവർ 4 പേരുടെ പേര് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഋഷിരാജ് സിംഗ് IPS DGP, പിന്നീട് ഒന്ന് ലതിക ടീച്ചർ 84 തൊട്ടൊക്കെ ഇങ്ങോട്ട് വളരെ ഇത് പിന്നണി ഗായക സംഘത്തിൽ വളരെ പ്രശസ്തയായ ഒരു ഗായികയായിരുന്നു. പിന്നെ നമ്മുടെ G. വേണുഗോപാൽ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു G. വേണുഗോപാൽ. പിന്നെ വർക്കല ശിവഗിരി ശാരദാ മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ശുഭാംഗാനന്ദ സ്വാമികൾ. അപ്പോൾ ഇവർക്ക് 4 പേർക്ക് നമ്മളൊരു മൊമെൻ്റൊക്കെ നൽകി ഈ വേദിയിൽ ആദ്യത്തെ ഇതിൽ ആദരിക്കുന്നുണ്ട്. പിന്നീട് അതിനെ തുടർന്ന് തന്നെ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ പ്രവാസി ഭാരതി, അതിൻ്റെ ഡയറക്ടർ ശ്രീ പ്രവാസി ഡയറക്ടറുടെ പേരെന്തായിരുന്നു, ഓക്കെ. പിന്നീട് ഒന്ന് ഇടവ ഷുക്കൂർ, പിന്നെ അഡ്വക്കേറ്റ് ജോസ് വർക്കല. പിന്നെ ഇതിൻ്റെ പ്രസിഡൻറ്റ് വർക്കല കോട്ടക്കാട് ശശി, ആള് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ വർക്കല ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ. പിന്നീട് നമ്മൾ വേറെ 3-4 പേരെ കൂടി നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഒന്നും കൺഫർമേഷൻ ഇനിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അത് അനൗൺസ് ചെയ്യാതിരിക്കുന്നത്. അത് ഇവിടുത്തെ ഈ 3 കഴിഞ്ഞ ഇവിടെ നിന്ന് സ്ഥാനാർത്ഥികളായ 3 പേരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഒന്നും കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ അത് അനൗൺസ് ചെയ്യുന്നില്ല. എന്തായാലും 3 പേരെയും ക്ഷണിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. പിന്നീട് ഇതിൻ്റെ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്, എൻ്റെ ഒരു മകൻ ഉണ്ട്. മകനെന്ന് പറയുമ്പോൾ അവൻ്റെ പേര് രാജു എന്നാണ്. ആള് മ്യൂസിക് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്ത് മ്യൂസിക് കോളേജിൽ ലെക്ചറായിരുന്നു. പക്ഷെ അത് ടെമ്പററി പോസ്റ്റിലായിരുന്നു. ഒരു പെർമനൻ്റ് ജോലി കാര്യങ്ങളൊന്നും ആകാതെ വന്ന സാഹചര്യത്തിൽ ആൾക്ക് എങ്ങനെയും ഇതുമായിട്ട് കലാരംഗമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ഇതാണ് നമ്മൾ ഈ കലാഗ്രാമം ആരംഭിച്ചത്. കലാഗ്രാമത്തിനകത്ത് നമ്മൾ എല്ലാ കലാരൂപങ്ങളെയും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് സംഗീതം, നൃത്തം, ഡ്രോയിങ്, ഇങ്ങനെയുള്ള പല ഇതും പഠിപ്പിക്കുന്നുണ്ട്. അത് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് അത്ര വലിയ രീതിയിൽ പോകുന്നില്ല. അപ്പോൾ അതിനിടയിൽ ഈ രാജു ക്ലാസിക്കൽ കൺസേർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ 48 വയസ്സോളം പ്രായമുണ്ട്. ഒരു 8 വയസ്സൊക്കെ ആയിരുന്നപ്പോഴേ തന്നെ തുടങ്ങിയതാണ്, ഈ സംഗീതവുമായിട്ട് തുടങ്ങിയത് ആണ്. അതിനുശേഷം എല്ലാ വർഷവും നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെയാണ് ഇവരെയൊക്കെ ഞാൻ പരിചയപ്പെടുന്നതും അവരുടെ ഇതും. പക്ഷേ ആൾക്ക് ഒരു ചെറിയ അംഗവൈകല്യമുണ്ട്. ചെറുതല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു മേജർ വൈകല്യമുണ്ട്. ആൾക്ക് കണ്ണും കാഴ്ചയില്ല. അപ്പോൾ ആൾക്ക് ഈ സംഗീതവുമായിട്ട് മാത്രമാണ് ആളുടെ ജീവിതം ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും അത് തന്നെ. അപ്പോൾ അതിന് വേണ്ടി ഒരു
പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യമല്ല, എൻ്റെ ഒരു കർത്തവ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആൾക്ക് എന്തെങ്കിലും ഒരു ഇത് വേണം വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോൾ എൻ്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും ഒക്കെ നിർത്തിയിട്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള സമയം ഇതിനു വേണ്ടി ഫുള്ളായിട്ട് ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ട് അതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇത് ക്ലാസിക്കൽ കൺസെപ്റ്റ് ഇങ്ങനെ നടത്തിക്കൊണ്ട് വരുന്നുണ്ടെങ്കിലും അതിനെ ഒരു പ്രചാരം അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ ചെറിയ ഒരു സമൂഹത്തിൽ വളരെ ചെറിയ ഒരു ഭാഗം ആൾക്കാർ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ വിചാരിച്ച് ഒരു ഗാനമേള ട്രൂപ്പ് തന്നെ ഉണ്ടാക്കിയേക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ ഗാനമേള ട്രൂപ്പിന് രൂപം കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ പേര് V4U മ്യൂസിക്കൽ ബാൻഡ് വർക്കല എന്നാണ്. അപ്പോൾ ഇത് ഒരു സാധാരണ ഇവിടെ ഒരുപാട് എനിക്ക് തോന്നുന്നു കേരളത്തിലാണെന്ന് തോന്നുന്നു, മറ്റേ ഇന്ത്യയുടെ ഏത് സംസ്ഥാനം എടുത്താലും കേരളത്തിലുള്ള അത്രയും മ്യൂസിക് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഗാനമേള ട്രൂപ്പ് വേറെ എവിടെയും ഇല്ല എന്ന് തോന്നുന്നു. കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. കേരളത്തിൽ വിട്ടിട്ട് തിരുവനന്തപുരത്താണ് അത് എത്രയെങ്കിലും ഉള്ളത്. പിന്നെ നമ്മുടെ ഈ പ്രദേശത്തും വളരെ കുറവൊന്നുമില്ല, വളരെ ഉണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഗാനമേള സംഘങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത്ര ഇതില്ല. എന്തായാലും നമ്മൾ ഇത് ഒരെണ്ണം പുതിയത് എടുക്കുന്നുണ്ട്. ഈ എല്ലാ നിലവിലുള്ള എല്ലാ ഗാനമേള ട്രൂപ്പിനോടും കിട പിടിക്കത്തക്കവണ്ണമുള്ള ഒരു ട്രൂപ്പാണ് നമ്മൾ ഇപ്പോൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും നല്ല ഓർക്കസ്ട്ര ടീമാണ് ഉള്ളത്. ഇപ്പോൾ അതിൽ 8 പേരുണ്ട്, പ്രസൻ്റായിട്ട് 8 പേരുണ്ട്. നമ്മൾ ഇനിയും 1-2 പേരെ കൂടെ അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ 8 പാട്ടുകാരുമുണ്ട്. 8 പാട്ടുകാരെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ ഇതൊരു കൊമേഴ്ഷ്യൽ പ്രോഗ്രാമിൻ്റെ ഇതാണ്. V4U എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ പ്രോഗ്രാം ടീമാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ 25-ാം തീയതി നമ്മുടെ വാർഷികത്തോടു കൂടിയിട്ട് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ അന്ന് ഒരു കുറച്ച് പബ്ലിക് ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിലിം ഫീൽഡിലുള്ള ഒരു ഏറ്റവും ടോപ്പിലുള്ള അല്ലാതെയുള്ള പബ്ലിക് അക്സെപ്റ്റ് ചെയ്യത്തക്കവണ്ണമുള്ള ഒരു 3 പാട്ടുകാരെ കൂടി അതിൽ അന്നത്തെ ഇതിലുണ്ട്. ഒന്ന് കല്ലറ ഗോപൻ, പിന്നെ സരിത രാജീവ്, ലതിക ടീച്ചറും പാടുന്നു. ഈ 3 പേരും പാടുന്നുണ്ട്. അല്ലാതെ നമ്മുടെ 7 പാട്ടുകാർ കലാഗ്രാമത്തിൻ്റെ തന്നെ ട്രൂപ്പിലുള്ള 7 പാട്ടുകാരുണ്ട്. അതിൽ രാജുവും പെടും. രാജു ക്ലാസിക്കലാണെങ്കിൽ അതിനകത്ത് രാജുവും പാടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ഗാനമേള ട്രൂപ്പാണ് അന്ന് നമ്മൾ വെക്കുന്നത്. ഇനി ഇതിന് അപ്പുറം അന്ന് നമ്മൾ ജുഗൽബന്ദി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കൂടി ചെയ്യുന്നുണ്ട്. ക്ലാസിക്കലാണ്. ക്ലാസിക്കൽ അത് വോക്കൽ പാടുന്ന അതിനോടൊപ്പം നാദസ്വരവും കൂടി ചേർത്തിട്ടാണ് ഈ ജുഗൽബന്ദി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് ഈ നാദസ്വരം വായിക്കാനായിട്ട് വരുന്നത്. OK ഗോപി എന്ന് പറയും. ആൾ തൃശ്ശൂരുള്ളതാണ്. പേര് കേട്ട് കാണുമെന്ന് ഞാൻ ധരിക്കുന്നു. കാരണം ഒരുപാട് പഴക്കമുള്ള ഒരാളാണ്. മിക്കവാറും ഏതാണ്ട് 100-ലധികം പിക്ചറിലൊക്കെ ആളുടെ കോൺട്രിബ്യൂഷനുണ്ട് ഈ നാദസ്വരത്തിൻ്റെ. അപ്പോൾ ആളുടെ ഒരു ഇത് നമ്മളോട് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടാണ്. ആ പരിചയത്തിൽ നിന്നാണ് വെച്ചിട്ട് എന്താണ് നമ്മളോടുള്ള ഒരു സഹകരണത്തിൽ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ആളുടെ കൂടെ വായിക്കുന്ന തൈല് വായിക്കുന്ന ആളുടെ കൂടെ തന്നെയാണ് വരുന്നത്. അങ്ങനെ ഒരു ജുഗൽബന്ദി ഉണ്ട്. പിന്നെ നമ്മൾ ഒരു വെൽക്കം ഡാൻസ് വെച്ചിട്ടുണ്ട്. ഒരു വെൽക്കം ഡാൻസ് ചെയ്യാനായിട്ട് വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ലാസ്യപ്രിയ ഒരു ശാസ്ത്രീയ നൃത്ത വേദിയാണ്. അവരുടെ ഒരു ഇതുണ്ട്. അത് വളരെ ഒരു 15 മിനിറ്റ് ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതൊരു ജസ്റ്റ് ഒരു വാർഷികത്തിൻ്റെ ഒരു പകിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം അതിൻ്റെ ഒരു വെൽക്കം ഡാൻസ്, പിന്നെ ഈ ജുഗൽബന്ദി, പിന്നെ V4U മ്യൂസിക് ഗ്രൂപ്പ്, അത് ഈ 4 പരിപാടികളാണ് നമ്മളിതിലേക്ക് വേണ്ടി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.